നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊളംബിയയുടെ തലയ്ക്ക് മുകളിൽ തലങ്ങും വിലങ്ങും പറന്ന് അമേരിക്കൻ പോർ വിമാനങ്ങൾ. സൈനിക വിമാനങ്ങൾ ലാൻഡിങ്ങിന് അനുമതി തേടുമ്പോൾ ആട്ടി ഓടിച്ച് കൊളംബിയൻ ഭരണകൂടം. ഇതോടെ കലി തുള്ളി ഇറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയയെ വരുതിയിലാക്കി നിർത്തി. ലോകരാജ്യങ്ങളെല്ലാം വെറുപ്പിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് കാടിളക്കി മതയാനയെ പോലെ പായുന്നു. ആരോടും ഒരു സന്ധിക്കും തയ്യാറല്ലാത്ത നീക്കം. കുടിയേറ്റക്കാരെ ഒരു തരത്തിലും ഇനി അമേരിക്കയിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ സൈനിക വിമാനങ്ങളിൽ കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കൊളംബിയയുടെ മുകളിൽ സൈനിക വിമാനങ്ങൾ പറന്നത്. തൊട്ടു പിന്നാലെ ലാൻഡിങ്ങിന് അനുമതി തേടുമ്പോൾ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. എന്നാൽ മറ്റു രാജ്യങ്ങളെ മുഖവിലക്കെടുക്കാതെയുള്ള ട്രംപിന്റെ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഈ എതിർപ്പുകളെ നികുതി കൂട്ടുമെന്ന ഭീഷണി ഉയർത്തി ഇല്ലാതാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. കൊളംബിയയോടും ഇത്തരത്തിലൊരു നീക്കമാണ് സ്വീകരിച്ചത്. കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ട്രംപിന്റെ നയത്തിൽ ഇപ്പോൾ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. സോഷ്യലിസ്റ്റായ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഭരിക്കുന്ന കൊളംബിയയോട് ട്രംപിന് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അനധികൃത കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് തുടങ്ങിയിരുന്നു. 2 അമേരിക്കൻ സൈനിക വിമാനങ്ങളിലായാണ് കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. എന്നാൽ ഈ വിമാനങ്ങൾക്ക് കൊളംബിയയിൽ ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുത്തില്ല. ഇതോടെ വിമാനങ്ങൾക്ക് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ സംഭവത്തോടെ ട്രംപ് ആകെ പൊട്ടിത്തെറിച്ച് രംഗത്തിറങ്ങിയത്. അമേരിക്കയിൽ വിൽക്കുന്ന കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ഏർപ്പെടുത്തുകയായിരുന്നു ട്രംപ് ചെയ്തത്. കൂടാതെ കൊളംബിയൻ അധികൃതർക്ക് നൽകുന്ന ഡിപ്ലോമാറ്റിക് വിസ നിർത്തലാക്കുകയും ചെയ്തു. സോഷ്യൽ ട്രൂത്ത് എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി. ഇതോടെ കൊളംബിയ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കാൻ തന്റെ സ്വകാര്യ വിമാനം വിട്ടു നൽകാമെന്നാണ് മറുപടി നൽകിയത്. മനുഷ്യത്വത്തിന് വില നൽകി മാന്യമായി അവരെ തിരിച്ചയക്കണം എന്ന് പെട്രോ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ തീരുമാനത്തിൽ വിവാദം ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ അതാത് രാജ്യങ്ങൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. കൊളംബിയയ്ക്ക് അധിക നികുതി ഏർപ്പെടുത്തിയത് ആ രാജ്യത്തിന്റെ നട്ടലൊടിക്കുന്ന നീക്കം തന്നെയാണ്. എന്നാൽ ഇതിന് ഗുസ്താവോ ട്രംപിന് നേരെ വെല്ലുവിളിയുമായി രംഗത്തെത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് മേൽ 25% നികുതി അധിക നികുതി ചുമത്തിയ ട്രംപിനോട് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്ന് കൊളംബിയയും പ്രഖ്യാപിച്ചു. പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഗുസ്താവോ പെട്രോ തിരിച്ചടിച്ചു. 25% അല്ല, വേണ്ടി വന്നാൽ 50%ത്തിലേക്ക് ഉയർത്തുമെന്ന വെല്ലുവിളിയും ഗുസ്താവോ നടത്തി. കൊളംബിയൻ സർക്കാരിനോട് പോലും ഒരു ചർച്ച നടത്താതെയാണ് മാടുകളെ പോലെ ആ മനുഷ്യരെ വിമാനങ്ങളിൽ കയറ്റി അയക്കുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. അതിനോട് ഒരു തരത്തിലും ഞങ്ങൾ പൊരുത്തപ്പെടില്ല. ആ മനുഷ്യർക്ക് അവരുടെ അന്തസ്സും അഭിമാനവും ഉണ്ട്. അതിനെ ചവിട്ടി അരയ്ക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അവരെ തിരിച്ചയക്കണമെങ്കിൽ ഞങ്ങളോടൊരു ചർച്ച നടത്താമായിരുന്നു. ഞങ്ങളുടെ വിമാനങ്ങൾ അമേരിക്കയിൽ പറന്നെത്തുമായിരുന്നല്ലോ. ഗുസ്താവോ പെട്രോ വലിയ രീതിയിലായിരുന്നു ട്രംപിന് നേരെ പ്രതികരിച്ചത്. എന്നാൽ അധിക നികുതി ചുമത്തിക്കൊണ്ട് ട്രംപ് ഇറക്കിയ കാർഡ് അത് കൊളംബിയയ്ക്ക് താങ്ങാനാകുന്നതല്ല. തുടർന്ന് മയപ്പെടുന്ന സമീപനം കൊളംബിയൻ സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. അധിക നികുതി ചുമത്തിക്കൊണ്ട് കൊളംബിയയെ വരിഞ്ഞു മുറുക്കുന്നത് കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. മറ്റു രാജ്യങ്ങൾക്കും ഇതുതന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ നടപടിയിൽ പല രാജ്യങ്ങളും ഇപ്പോൾ അമർഷത്തിലാണ്. അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട 88ഓളം കുടിയേറ്റക്കാർ കൈവിലങ്ങുമായി വിമാനത്തിൽ എത്തിയതിന് പിന്നാലെ
ശക്തമായ പ്രതിഷേധം ബ്രസീൽ ഗവൺമെന്റ് രേഖപ്പെടുത്തി. കുടിയേറ്റക്കാരെ കയറ്റി അയച്ച വിമാനത്തിൽ വെള്ളമോ എസിയോ ഉണ്ടായിരുന്നില്ല. കൂടാതെ കൈവിലങ്ങ് വെക്കുകയും അവരെ കുറ്റവാളികളെ പോലെയാണ് കണക്കാക്കുകയും ചെയ്തത് എന്ന് ബ്രസീൽ പൊട്ടിത്തെറിച്ചു. യുഎസിന്റെ ഈ നടപടിയിൽ ബ്രസീൽ ഗവൺമെന്റ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള നഗ്നമായ ലംഘനമാണെന്നും ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് കടുത്ത കുടിയേറ്റ വിരുദ്ധ അജണ്ടയുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ബ്രസീലിനോട് മോശമായ പെരുമാറ്റം നടത്തിയത്. ഗ്വാട്ടിമാല, ബ്രസീൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുമായി നിരവധി വിമാനങ്ങളാണ് യുഎസിൽ നിന്നും പറന്നുയരുന്നത്. യാത്രക്കാരോടുള്ള തരം താഴ്ന്ന പെരുമാറ്റത്തെക്കുറിച്ച് യുഎസ് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചിട്ടുണ്ട്. 7 മാസത്തോളം അമേരിക്കയിൽ തടങ്കലിലായിരുന്ന 31-കാരനായ എഡ്ഗർ ഡ സിൽവ മൗറയും വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിൽ അവർ ഞങ്ങൾക്ക് വെള്ളം നൽകിയില്ല, ഞങ്ങളെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, അവർ ഞങ്ങളെ ബാത്റൂമിലേക്ക് പോകാൻ പോലും അനുവദിച്ചില്ല എന്ന് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്രംപ് അധികാരമേറ്റയുടൻ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഇമിഗ്രേഷൻ ഓർഡറുകളുമായി നാടുകടത്തൽ വിമാനത്തിന് നേരിട്ട് ബന്ധമില്ല എന്നും പകരം 2017 ഉഭയകക്ഷി കരാറിൽ നിന്ന് ഉടലെടുത്തതാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്തു. മെക്സിക്കോ, കൊളംബിയ, വെനസ്വേല, എൽസാൽവഡോർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളെ വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പുതിയ ഉത്തരവ് ക്രിമിനൽ സംഘടനകളെ ആക്രമിക്കുന്നതിനോ അവരുടെ അംഗങ്ങളെ യുഎസിൽ നിന്ന് ബലമായി നീക്കം ചെയ്യുന്നതിനോ ട്രംപ് സർക്കാരിന് കൂടുതൽ അധികാരം നൽകും. അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ ട്രംപിന് മെക്സിക്കോയിൽ വ്യോമാക്രമണം നടത്താൻ കഴിയുമെന്ന് സുരക്ഷാ വിദഗ്ധനായ പ്രൊഫസർ ആന്റണി ഗ്ലീവ് വ്യക്തമാക്കിയിരുന്നു. കടുത്ത നടപടികളിലൂടെ ട്രംപ് മുന്നോട്ടു പോകുമ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ട്രംപിന്റെ അടുപ്പക്കാരായ രാജ്യങ്ങളോട് വളരെ വലിയ സൗഹൃദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് 2000 പൗണ്ടിന്റെ മാരക ബോംബുകൾ ഇസ്രയേലിന് അയച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന നടപടി. എന്തായാലും ട്രംപ് തനിക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഉടൻ തന്നെ അവിടങ്ങളിലുള്ള സർക്കാരുമായി പോലും ബന്ധപ്പെടുകയോ ചർച്ചകൾ നടത്താതെയോ ഇവിടെ നിന്ന് കയറ്റി അയക്കുകയാണ്. എന്തോ ഒരു വസ്തുക്കളെ പോലെയോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുന്നത് എന്ന വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാകുകയാണ്. എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ട്രംപ് ഒരു മതം ഇളകിയതുപോലെ കാടിളക്കി അമേരിക്കയിൽ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.